ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡിസൈനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടാണ് അല്ലേ. ഇവിടെ ആക്ച്വലി ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് പോലുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ആ ഒരു ടെക്സ്റ്റ്, ഈ ബോഡി ടെക്സ്റ്റിന്റെ ആവശ്യം ഇപ്പോൾ ആക്ച്വലി നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളൊന്ന് ബോഡി ഒന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഫ് കോഴ്സ് നമ്മളൊരു കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കണ്ടെയ്നർക്ക് ഒരു കളർ കൊടുക്കാം. അപ്പോൾ കളർ എന്നത് ഈ ഒരു പ്രോപ്പർട്ടി ആണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കളറിന്റെ കറക്റ്റ് കോഡ് ഇങ്ങനെ കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു കോഡ് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആ ഒരു കളർ കോഡ് ഒന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കളർ പിക്കർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കളർ ഒന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കളർ പിക്കർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാർഡിന്റെ കളർ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കളർ കോഡ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ കൊണ്ടിട്ട് നമുക്ക് ആ ഒരു കളർ പേസ്റ്റ് ചെയ്യാം. സോ അതിന് മുന്നായിട്ട് നമ്മൾ 0xFF എന്ന് കൊടുക്കുക, ബിക്കോസ് ആ ഒരു ഫുൾ ഒപ്പാസിറ്റിയിൽ നമുക്ക് കളർ കിട്ടാനായിട്ട്. അതിനുശേഷം ഈ ഒരു ഹെക്സ് കോഡിന്റെ ഹാഷ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ഒരു കളർ നമ്മുടെ ഈ ഒരു കാർഡിന്റെ ഉള്ളിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. സോറി, ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കാർഡ് കംപ്ലീറ്റ്ലി, സോറി നമ്മുടെ കാർഡല്ല, നമ്മുടെ കണ്ടെയ്നർ ഒരു ഫുൾ ബോഡിയിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ഒരു സൈസും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഹൈറ്റ് കൊടുക്കുവാണ്. ഹൈറ്റ് ഞാനൊരു 200 പോയിന്റ് ഹൈറ്റ് കൊടുക്കുവാണ്. ഓൾസോ ഞാൻ അതിനൊരു വിട്ട് കൊടുക്കുവാണ്. ഞാനൊരു 170 പോയിന്റ് വിട്ട് കൊടുക്കുവാണ്. ഒരു ഹൈറ്റും വിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹോട്ട് റീലോഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈസിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു മാർജിൻ കൊടുക്കാം അല്ലേ. ഇപ്പം നമ്മുടെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ ചെറിയൊരു മാർജിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു മാർജിൻ കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു മാർജിൻ പ്രോപ്പർട്ടി കൊടുക്കാം. മാർജിൻ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഓളിൽ ഞാനൊരു 15 മാർജിൻ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു മാർജിനും കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ഒരു എഡ്ജസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൗണ്ടഡ് ആണല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റൗണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു കണ്ടെയ്നറിന്റെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എഡ്ജസും കാര്യങ്ങളും ഒന്ന് റൗണ്ടഡ് ആകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ടെയ്നറിന്റെ ഡിസൈനിങ്ങിലോട്ട് നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡെക്കറേഷൻ എന്ന് അടിക്കുമ്പോൾ തന്നെ ബോക്സ് ഡെക്കറേഷൻ എന്നൊരു പ്രോപ്പർട്ടിയും കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കേണ്ടത്. അതായത് ഇതിനകത്ത് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജ് കൊടുക്കാം, അതുപോലെ ബോർഡർ റേഡിയസ്, ബോക്സ് ഷാഡോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ബോർഡർ റേഡിയസ് ആണ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ബോർഡർ നമുക്ക് റൗണ്ടഡ് ആക്കാനായിട്ട് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബോർഡർ റേഡിയസ് ഞാൻ കൊടുക്കുവാണ്. അതിനുശേഷം ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിന്റെ ആ ഒരു റേഡിയസ് എത്ര വേണം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 15 കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം, ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ഇതിൽ നമ്മൾ ആക്ച്വലി കളർ സെപ്പറേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്മൾ കളർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ ഉറപ്പായിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ബോക്സ് ഈ കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലട്ടർ ടീം കുറച്ചും കൂടി എളുപ്പത്തിൽ, ഇപ്പൊ എല്ലാത്തിലും നമ്മളിപ്പോൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കൊടുക്കാനായിട്ടാണ് ഈ ഒരു കളറിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കളർ പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു ബോക്സ് ഡെക്കറേഷന്റെ പുറത്ത് കൊടുക്കാനായിട്ട് പാടില്ല. പകരം നമ്മൾ ഈ ഒരു ഡെക്കറേഷന്റെ ഉള്ളിൽ തന്നെ, ഡെക്കറേഷൻ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ കളർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹോട്ട് റീലോഡ് നോക്കാം. ആണല്ലേ, പ്രോപ്പറായിട്ട് ആ ഒരു കളറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മറ്റേ എഡ്ജസ് ഒക്കെ ഒന്ന് റൗണ്ടഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലോട്ട് ഏകദേശം നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു കണ്ടെയ്നേഴ്സ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 2 കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു റോയുടെ ഉള്ളിലാണ് ആക്ച്വലി ആഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. ഈ പറഞ്ഞ കണ്ടെയ്നേഴ്സും ഇതേപോലെ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്യുന്ന പോലെ 2 റോസ് ഇവിടെയും ആഡ് ചെയ്യാനായിട്ടുണ്ട്. നടുവിലൊരു കണ്ടെയ്നർ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നമുക്ക് ആക്ച്വലി 3 ആദ്യം ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ 3 എക്സ്പാൻഡഡ് വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം.
അതിന്റെ ഫസ്റ്റ് എക്സ്പാൻഡഡ് വിഡ്ജറ്റിനുള്ളിൽ റോ ക്രിയേറ്റ് ചെയ്യും, അതിനുള്ളിൽ 2 എക്സ്പാൻഡഡ് വിഡ്ജറ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യും, അതിനുള്ളിൽ 2 കണ്ടെയ്നേഴ്സ് ആഡ് ചെയ്യാം. സോ നമുക്ക് നല്ല ഡിസൈനിങ്ങിലോട്ട് കടക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോളമാണ്. കോളത്തിൽ നമ്മൾ ചിൽഡ്രൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിൽഡ്രനുള്ളിൽ നമുക്ക് ആക്ച്വലി 3 എക്സ്പാൻഡഡ് വിഡ്ജറ്റുകളാണ് വേണ്ടത്. 3 എക്സ്പാൻഡഡ് വിഡ്ജറ്റുകളാണ് നമുക്ക് വേണ്ടത്. സോ തൽക്കാലം ഞാൻ ഈ ഒരു 3 എക്സ്പാൻഡഡ് വിഡ്ജറ്റുകളെയും ഒന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, 3 എക്സ്പാൻഡഡ് വിഡ്ജറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതും ഫസ്റ്റത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ്, രണ്ടാമത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ്, മൂന്നാമത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഫസ്റ്റ് എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഈ ഒരു എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ചൈൽഡ് ആയിട്ട് നമ്മളൊരു റോ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ചൈൽഡ് ആയിട്ട് നമ്മളൊരു റോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, റോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിൽഡ്രൻ കൊടുക്കുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും 2 എക്സ്പാൻഡഡ് വിഡ്ജറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ 2 കണ്ടെയ്നേഴ്സിന് വേണ്ടിയിട്ട്, ഈ 2 കണ്ടെയ്നേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടെയ്നറിനെ നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഫസ്റ്റ് ചൈൽഡായിട്ട് നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നറിനെ ആഡ് ചെയ്യുന്നു, രണ്ടാമത്തെ ചൈൽഡായിട്ട് നമ്മൾ രണ്ടാമത്തെ കണ്ടെയ്നറിനെയും ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മുടെ രണ്ടാമത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ് ഇവിടെയുണ്ട്. ഡയറക്റ്റ് ഒരു എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിലോട്ട് നമുക്കാക്കാം. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ് ഉണ്ട്. അതും ആക്ച്വലി ഈ ഒരു റോ തന്നെയാണ് ആക്ച്വലി വേണ്ടത്, മുകളിലുള്ള അതേ സാധനം തന്നെയാണ് നമുക്ക് വേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ഈ ഒരു റോ കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിൽ ഞാനത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം അല്ലേ. നമുക്ക് കോഡിൽ ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒന്ന് റീഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന്. നമുക്കിതൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മാത്രം നമ്മുടെ ഒരു കണ്ടെയ്നർ ഫുൾ വിഡ്ത്തിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഹൈറ്റും വിഡ്ത്തും പ്രോപ്പർട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതുള്ള സൈസിലോട്ട് കംപ്ലീറ്റ്ലി റീസൈസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ എക്സ്പാൻഡഡ് വിഡ്ജറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലോട്ട് കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആവും, ഇതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വിഡ്ത്തിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന്റെ എല്ലാ കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിലും ഹൈറ്റും വിഡ്ത്തും നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ബിക്കോസ് ആ ഒരു പ്രോപ്പർട്ടിയുടെ ആവശ്യം നമുക്ക് എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിൽ ആവശ്യമില്ല. ഉള്ള സ്പേസിലോട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് റീസൈസ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് റീസൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലോട്ട് ഏകദേശം നമ്മുടെ ആ ഒരു ഡിസൈൻ എത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഒരുപാട് കോഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ബിക്കോസ് നമ്മൾ ആക്ച്വലി എത്ര എക്സ്പാൻഡഡ് വിഡ്ജറ്റ്, അതായത് എത്ര കണ്ടെയ്നേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്, ഒരേ പ്രോപ്പർട്ടിയാണ് എല്ലാത്തിനും വരുന്നത്. കണ്ടില്ലേ, ഒരേ കണ്ടെയ്നേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു കോഡിനെ, നമുക്ക് ഈ ഒരു വിഡ്ജറ്റിനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു വിഡ്ജറ്റിനെ നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു പുതിയ വിഡ്ജറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിഡ്ജറ്റിനെ എക്സ്ട്രാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനു വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ വിഡ്ജറ്റിനെ ഞാനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എക്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നീട് എനിക്ക് ആ ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്ന വിഡ്ജറ്റിന് ഞാനൊരു പുതിയ നെയിമും കൊടുത്തു. അപ്പൊ എനിക്ക് ഇതേ പ്രോപ്പർട്ടിയുള്ള ഇതേ ഒരു കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു നെയിം യൂസ് ചെയ്താൽ പോരെ, ആ ഒരു ക്രിയേറ്റ് ചെയ്ത നെയിം ഒന്ന് കോൾ ചെയ്താൽ പോരെ, എനിക്ക് ഒരു കംപ്ലീറ്റ് ഒരു വിഡ്ജറ്റും ക്രിയേറ്റ് ആയിട്ട് വരത്തില്ലേ. അപ്പം ആ ഒരു രീതിയിൽ നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അതായത് ഒരു വിഡ്ജറ്റിനെ, ഈ ഒരു കണ്ടെയ്നറിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു പുതിയ നെയിം കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് എവിടെയൊക്കെ ഈ ഒരു കണ്ടെയ്നർ ആവശ്യമുണ്ടോ എനിക്ക് ആ ഒരു നെയിം മാത്രം കോൾ ചെയ്താൽ മതി. ആ ഒരു കംപ്ലീറ്റ് കണ്ടെയ്നർ വിത്ത് ദിസ് കളർ, വിത്ത് ദിസ് പ്രോപ്പർട്ടീസ്, ഈ കാര്യം ബോക്സ് ഡെക്കറേഷൻ, റേഡിയസ്, ഈ എല്ലാ പ്രോപ്പർട്ടീസുമായിട്ട് ആ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് കോഡിന്റെ വലുപ്പവും കുറയ്ക്കാൻ പറ്റും. ആ ഒരു ഒറ്റ ലൈൻ കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് കോഡും വരികയും ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാല്ലേ. അപ്പോൾ ഒരു വിഡ്ജറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് ആണ് ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇപ്പം എക്സ്ട്രാക്ട് ചെയ്യേണ്ട വിഡ്ജറ്റിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലട്ടർ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങളുടെ ഫ്ലട്ടർ ഔട്ട്ലൈനിന് നത്തിങ് ടു ഷോ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്, ഒരു കാര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്ലട്ടർ ഔട്ട്ലൈൻ ഇവിടെ ഓപ്പൺ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ ഷോ കോൺടെക്സ്റ്റ് ആക്ഷൻ കൊടുക്കുക, റാപ്പ് വിഡ്ജറ്റോ എന്തെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷം
ഇതൊന്ന് ജസ്റ്റ് കൺട്രോൾ സെറ്റ് കൊടുത്തിട്ട് ഒന്ന് ബാക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിസിബിലിറ്റി വരുന്നുണ്ട്. ബിക്കോസ് സംടൈംസ് ഇവിടെ നത്തിങ് ഷോ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് അവിടെ എന്തെങ്കിലും ഒരു വിഡ്ജറ്റിന്റെ ഉള്ളിലാക്കുക, പിന്നെ നമ്മുടെ തിരിച്ച് ആ ഒരു കോഡിലോട്ട് തന്നെ വരിക. അതിനുശേഷം ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഡ്ജറ്റിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മുടെ ആ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ. അപ്പൊ ആ ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഫ്ലട്ടർ ഔട്ട്ലൈനിന്റെ ആ ഒരു കണ്ടെയ്നർ വിഡ്ജറ്റിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്ട്രാക്ട് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു എക്സ്ട്രാക്ട് വിഡ്ജറ്റിലോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പുതിയൊരു വിഡ്ജറ്റിന് ആ ഒരു നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന വിഡ്ജറ്റിന് ഒരു പുതിയ നെയിം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ആക്ച്വലി നമ്മൾ ആ ഒരു കോഡ് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് റീയൂസബിൾ കാർഡ് എന്നൊരു നെയിം കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതിന് റീയൂസബിൾ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുത്തു. അതിനുശേഷം റീഫാക്ടർ കൊടുത്തു. കണ്ടില്ലേ? അപ്പൊ നിങ്ങളിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് കോഡിന് ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് റീയൂസബിൾ കാർഡ് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഒരു നെയിം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഇത്രയും വലിയൊരു കോഡ്, അതായത് ഇത്രയും വലുപ്പമുള്ള ആ ഒരു കോഡിനെ നമ്മൾ ആക്ച്വലി ഒരു ഒറ്റ സിംഗിൾ ഒരു വേർഡ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ എല്ലാ കണ്ടെയ്നേഴ്സിനെയും ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ റീയൂസബിൾ കാർഡ് നമ്മൾ എല്ലായിടത്തും കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഈ ഒരു അടുത്ത കണ്ടെയ്നറിനെയും റിമൂവ് ചെയ്യുന്നു. അവിടെയും നമ്മുടെ റീയൂസബിൾ കാർഡിനെ ഞാൻ കൊടുക്കാനായിട്ട് പോവാണ്. ഓൾസോ നമ്മുടെ അവസാനത്തെ കണ്ടെയ്നറിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിന്റെ ഉള്ളിലും നമ്മൾ റീയൂസബിൾ കാർഡ് കൊടുക്കാനായിട്ട് പോവാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പകരം നമ്മുടെ ആ ഒരു കോഡ് ഇത്രയും വലുപ്പത്തിൽ നിന്നും ഇത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ. ഓൾസോ നമ്മൾ മുകളിലുള്ള ഒരു കണ്ടെയ്നറിനും കൂടി കുറയ്ക്കാനായിട്ടുണ്ട്, റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. അതിനെ നമ്മൾ റീയൂസബിൾ കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്രയും വലിയൊരു കോഡിനെ നമ്മൾ ഇത്രയും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലോ ഇവിടെ ഒരു എറേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതേ സൈസിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നതല്ലേ? നമ്മൾ ആക്ച്വലി ചെയ്തത് നമ്മളൊരു പുതിയ, അതായത് നമ്മളൊരു വിഡ്ജറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, റീയൂസബിൾ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു റീയൂസബിൾ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഡ്ജറ്റ് നമ്മളിവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഡ്ജറ്റിനെ ഇവിടേക്കാണ് നമ്മൾ ആക്ച്വലി എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഓരോ വിഡ്ജറ്റിലും പോയിട്ട് നമ്മൾ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് തന്നെ അതിന്റെ കോഡും റേഡിയസോ കളേഴ്സോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ആക്ച്വലി നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കീ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ആക്ച്വലി ഈ ഒരു കീ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് ഇവിടെ ആക്ച്വലി ആവശ്യമില്ല. ഫ്ലട്ടറിന്റെ കീ ക്ലാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു കീ ക്ലാസ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഡ്ജറ്റ് ഒക്കെ അനിമേറ്റഡ് ആവുമോ അല്ലെങ്കിൽ എന്താ പറയാ മൂവിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ കീ ക്ലാസ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്ലാസ്സിനെ, ഈ ഒരു കൺസ്ട്രക്ടറിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ മെയിലിലും ഫീമെയിലും സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെയിലിനെയോ ഫീമെയിലിനെയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളൊരു മെയിലിനെയോ ഫീമെയിലിനെയോ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടെയ്നറിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ ആക്ച്വലി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർഡിന്റെ കളർ ആക്ച്വലി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു പുതിയ കൺസ്ട്രക്ടറെ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇനീഷ്യലി എല്ലാത്തിന്റെയും ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെയിം ആണ്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന അതേ കളറാണ് വരുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിലോ ഫീമെയിലോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർഡിന്റെ കളർ വേറൊരു കളറായി മാറേണ്ടതുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിലാണ് പ്രൊസീഡ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഈ ഒരു കളർ പ്രോപ്പർട്ടിയിൽ നമ്മളൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ആക്ച്വലി മാറ്റേണ്ടത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി, കളർ പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഒരു പ്രോപ്പർട്ടീനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ കളർ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഡാറ്റ ടൈപ്പ് കളർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനൊരു നെയിം കൊടുക്കുവാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലാകാനായിട്ട് ഞാനിപ്പം
കളറിന് ഇപ്പോൾ KOLO എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണ് കേട്ടോ, നെയിം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്കൊരു എറർ കാണിക്കുന്നുണ്ട്, ബിക്കോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ ഞാൻ ലേറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് മുന്നിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളർ എന്ന് പറയുന്ന നെയിം കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ക്ലാസ് നെയിം നമ്മളിവിടെ കോൾ ചെയ്യാം. ക്ലാസ് നെയിം കോൾ ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളൊരു കേളി ബ്രേസ് ഇട്ട് കൊടുക്കുക. ബിക്കോസ് കേളി ബ്രേസ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇൻപുട്ട്, ഇവിടെ നമുക്കൊരു ഇൻപുട്ടിന്റെ ഒരു നെയിം വരണമെങ്കിൽ മാത്രം, ഒരു പാരാമീറ്റർ വരണമെങ്കിൽ മാത്രമാണ് നമ്മളത് ഈ ഒരു കേളി ബ്രേസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ദിസ് ഡോട്ട് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ദിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൺസ്ട്രക്ടർ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഓൾസോ നമ്മുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ആക്ച്വലി നമുക്കപ്പം അപ്പോൾ റിക്വയർഡ് ദിസ് ഡോട്ട് കളർ എന്നുള്ള കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൺസ്ട്രക്ടറെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ റീയൂസബിൾ കാർഡിൽ ജസ്റ്റ് ആ ഒരു എറർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആക്ച്വലി കണ്ടില്ലേ, ആഡ് റിക്വയർഡ് ആർഗ്യുമെന്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഇനി ഒരു കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു എറർ ആക്ച്വലി അവിടുന്ന് മാറി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റീയൂസബിൾ കാർഡിൻ്റെ ഉള്ളിൽ മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു എററും കാര്യങ്ങളും മാറുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഇതേപോലെ തന്നെ കളർ പ്രോപ്പർട്ടി റിക്വയർഡ് ആണ്. സോ അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ ഒരു കളർ പ്രോപ്പർട്ടി ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാത്തിലും റിക്വയർഡ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി നെയിം നമുക്ക് ആക്ച്വലി കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോട്ട് റീലോഡിങ് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ നമ്മുടെ കോഡിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്, റീഫാക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഡിന്റെ വലുപ്പവും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. ഓൾസോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ കോഡിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ റീഫാക്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾസോ നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കാർഡിന്റെ കളർ നമുക്ക് നമുക്ക് കാർഡിന്റെ കളറിലോട്ട് ഒരു ആക്സസ് കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടറേയും ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ റിക്വയർഡ് ആയിട്ട് ഒരു കളർ, അതായത് ഇനിഷ്യലി തന്നെ ഒരു കളർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തത്. ബിക്കോസ് ഇനി നമുക്ക് ഈ ഒരു കളറിലോട്ട് ഒരു ആക്സസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂസിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ കളേഴ്സ് തൊട്ട് കളിക്കാൻ പറ്റും. ബിക്കോസ് നമുക്ക് നമ്മുടെ യൂസിനനുസരിച്ച് ഈ കാർഡിന്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കൺസ്ട്രക്ടർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു റീയൂസബിൾ കാർഡിൽ ആക്ച്വലി ഇങ്ങനെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ദിസ് ക്ലാസ് ഈസ് മാർക്ക്ഡ് ആസ് ഇമ്മ്യൂട്ടബിൾ, വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് ഇൻസ്റ്റൻസ് ഫീൽഡ്സ് ആർ ഇൻ ഫൈനൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഒരു ലേറ്റ് കീവേഡിന് പകരം ഫൈനൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വാണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഫൈനൽ? ഫൈനൽ എന്താണെന്നുള്ള കാര്യം, അതേപോലെ തന്നെ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.